ആളുകൾ ഒരു നാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ ഒരു ഖബർസ്ഥാനിന്റെ സമീപത്തെത്തി. അവിടെ അവരിങ്ങനെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നേരം മഗ്രിബിനോട് അടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഖബറിൽ നിന്ന് കഴുത അലറുന്നത് പോലെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. കഴുത കരയുന്നത് പോലൊരു ശബ്ദം ഇങ്ങനെ കേൾക്കാൻ. അപ്പൊ ഈ മഹാന്മാരിങ്ങനെ ശ്രദ്ധിച്ചു, പടച്ചോനെ ഇതെന്താണ്? സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഖബറിൽ നിന്നൊരു കഴുതയുടെ തല ഇങ്ങനെ പൊന്തി വന്നിട്ട് ഒരു ഊരിയിട്ട് അത് ഖബറിലേക്ക് തന്നെ ഇങ്ങനെ താന്നു പോവുകയാണ്. അപ്പൊ ഈ മഹാന്മാരെ അന്വേഷിച്ചു, ഇതാരുടെ ഖബറാണ്, ഇതാരെ ഖബറാ അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, നേരെ അപ്പുറത്തൊരു വീടുണ്ട്, ആ വീട്ടിലുള്ള മോന്റെ ഖബറാണ്. അങ്ങനെ ഇവര് നേരെ ചെന്നു. അവിടെ ഉമ്മയുണ്ട്, വൃദ്ധയായ ഉമ്മ. ആ ഉമ്മാനോട് ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങളുടെ മകൻ മരണപ്പെട്ടിട്ട് എത്ര കാലായി? കാര്യങ്ങളൊക്കെ ചോദിച്ചു. നിങ്ങളുടെ മകന്റെ ഖബറിൽ നിന്ന് ഇങ്ങനെ കഴുത കരയുന്നത് പോലൊരു ശബ്ദം ഞങ്ങൾ കേട്ടല്ലോ. അപ്പാ ഉമ്മ പറയാണ് ഈ മഹാന്മാരോട്, അതിന്ന് മാത്രമുള്ള സംഗതിയല്ല, എന്റെ മകനെ മറവ് ചെയ്ത അന്നു മുതൽ തുടങ്ങിയതാണ് ഈ കരച്ചിൽ. അതിനെന്തേ വല്ല കാരണം ഉണ്ടായിരുന്നോ? അപ്പൊ ഉമ്മ പറഞ്ഞു, ഞാനൊരിക്കലും ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. നമ്മൾ വാക്ക് നന്നായി ശ്രദ്ധിക്കണം. ചില വാക്കങ്ങ് വന്നാൽ അത് വലിയ അപകടം ചെയ്തു പോകും. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മ പറയാണ്, ഒരിക്കൽ ഞാൻ ഖുർആൻ ഇങ്ങനെ ഓതുക. ഖുർആൻ ഓതുന്ന സമയത്ത് എന്റെ ഖുർആനോത്തൊന്നും പരിഗണിക്കാതെ ആ മകൻ ഇങ്ങനെ വലിയ സൗണ്ട് ഉണ്ടാക്കി സംസാരിച്ചു. അപ്പൊ ഞാൻ എന്റെ മകനോട് പറഞ്ഞു, മോനെ നീ സൗണ്ട് ഒന്ന് കുറയ്ക്ക്, ഖുർആനല്ലേ ഈ ഓതുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ മകൻ എടുത്ത വഴിക്ക് ചോദിക്കാൻ, അല്ല തള്ളേ, നിങ്ങൾ ഇങ്ങനെ കഴുത കരയുമ്പോൾ ഇങ്ങനെ കരയുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. വീണ്ടും അവൻ ഒച്ചുണ്ടാക്കി. അപ്പോഴും ഞാൻ പറഞ്ഞു, മോനെ ഖുർആൻ ഓതുകയാണ്, നീ ഒന്ന് സൗണ്ട് കുറക്കി. അപ്പോഴും ചോദിച്ചു, ഉമ്മ, നിങ്ങൾ ഈ കഴുത ഊരിയിടുന്നത് പോലെ ഇങ്ങനെ ഇടക്കിടക്ക് ഊരിടണ്ട, ഞാൻ നിർത്തൂല. ആ ഒരു വാക്കെന്നോട് പറഞ്ഞതിന്റെ കാരണമാണ് ഇന്ന് ഖബറിൽ കിടന്നവൻ കഴുതയെ പോലെ അട്ടഹസിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നാവ് കൊണ്ട് അറിയാതെ വല്ലതും പറഞ്ഞു പോയതുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്, നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. നാവിനെ നന്നായി സൂക്ഷിക്കണം.